ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മൈനർ സർജിക്കൽ പ്രൊസീജിയറാണ്. അതായത് നമ്മളിപ്പം ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ചെയ്തവർക്കറിയാം, ഒരു ലോക്കൽ അനസ്തേഷ്യ ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. അതായത് ആ ഒരു ഏരിയ മാത്രമാണ് നമ്മളിവിടെ മരവിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ നിങ്ങൾ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും, പക്ഷെ പെയിൻ ഉണ്ടാവില്ല. ഒരു ഇനീഷ്യൽ ഇഞ്ചക്ഷൻ്റെ ചെറിയൊരു പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി നിങ്ങൾക്ക് വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇത് ഏതെങ്കിലും ഏജ് ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റായികയുണ്ടോ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സർജറി കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ഷുഗർ ഭയങ്കര ഹൈ ആണ്, BP യിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യണം. അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഇപ്പം ഷുഗർ നല്ല ഹൈ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് ഇന്നൊരു അസുഖമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിലും കൂടുതലും മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗ്രാഫ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ലൈക്ക് അവരുടെ ഡോണർ ഏരിയ നല്ല ഡെൻസ് ആയിരിക്കും, തിക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ഗ്രാഫ്റ്റ് കിട്ടും. അപ്പോൾ അത് തരുന്ന റിസൾട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒരിക്കലും മിഡിൽ ഏജ് ആയ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നില്ല. ബേസിക്കലി ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ഇത് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ ഡേയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഹെയർ ലൈൻ ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഹെയർ ലൈൻ ഡിസൈൻ ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ മുടി വെക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും, എന്നിട്ട് ബാക്കിൽ നിന്ന് മുടി എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ്. അതിന് മുന്നേ ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് ഹെൽത്ത് ഏകദേശം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യാൻ പറ്റും. ഒരു 6 to 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഡിസൈഡ് റിസൾട്ട് 100% കിട്ടും. നിങ്ങളുടെ തന്നെ നാച്ചുറൽ ഹെയർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എസ്തെറ്റിക്കലി ഒരു ബെറ്റർ റിസൾട്ട് എന്തായാലും ഉണ്ടാവും.